ക്വസ്റ്റ്യൻ നമ്പർ 23. 23rd ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഇലക്ട്രോകെമിസ്ട്രിയിലുള്ള ഒരു ചോദ്യമാണ്. അവിടെ മോളാർ കണ്ടക്ടിവിറ്റി ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ചോദ്യമാണ് ഇത് കേട്ടോ. ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് സ്ലോലി വിത്ത് ഡൈലൂഷൻ ആൻഡ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദി ഇക്വേഷൻ. നമുക്കറിയാം ഡിബേ-ഹെക്കൽ-ഓൺസാക്കർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂസ് ഓഫ് ദി സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് AB at 18 degree Celsius ആർ ഗിവൺ ബിലോ. അതായത് ഓരോരോ സമയത്തുള്ള മോളാർ കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഈ എൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യാം. നമുക്കറിയാം ഇക്വേഷൻ നമുക്കറിയാം എന്താ, മോളാർ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് A√C ആണ്. അപ്പോൾ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി 96.1 ആണ്. അപ്പോൾ 96.1 ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മൈനസ് A എനിക്കറിയൂല, √C. ആണ് കണ്ടുപിടിക്കണ്ടേ. √C കോൺസെൻട്രേഷൻ എത്ര, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ 0.04 ആണ്. അപ്പോൾ 0.04 എഴുതി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് 96.1 ലാംഡ നോട്ടം മൈനസ് A 0.04 റൂട്ട് എന്താ 0.2 ആണ് അല്ലെ. 0.2 × 0.2 ആണെന്ത് 0.04. ഓക്കെ, അപ്പോൾ 0.01 റൂട്ട് 0.2 ആണ്. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി അടുത്ത എക്സ്പെരിമെന്റ് നോക്കാം. ഇതിൻ്റെ മോളാർ കണ്ടക്ട് 95.7 ആണ്. അപ്പോൾ 95.7 ഈക്വൽ ടു ലാംഡ നോട്ടം മൈനസ് A√C. അതായത് √C എത്ര 0.09 ആണ്. സിംപ്ലിഫൈ ചെയ്താൽ 95.7 ഈക്വൽ ടു ലാംഡ നോട്ടം മൈനസ് A 0.3 എന്ത് കിട്ടും 0.3 കിട്ടും. 0.3 കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്താൽ നമുക്കറിയാം മക്കളെ, ഇവിടെ ലിമിറ്റിംഗ് ഇയാൾ രണ്ടും സെയിം അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു ടെമ്പറേച്ചർ മാറിയിട്ടില്ലെങ്കിൽ, പിന്നെ ആ ഇലക്ട്രോലൈറ്റിൻ്റെ എടുത്ത സോൾവെൻറ്റ് നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ, ആ പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും സെയിമാണ്. അപ്പം ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കൂളായിട്ട് നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. A കണ്ടുപിടിച്ചാൽ A ഈക്വൽ ടു എന്ത് കിട്ടും 4 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ. അതായത് 4 എന്ത് ചെയ്യാം, 4 ആണ് ഇൻറ്റിജർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക എഴുതി വെക്കേണ്ടത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.